ഇപ്പോൾ അനൂപ് ചന്ദ്രൻ നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. അനൂപ് ചന്ദ്രൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോൾ താങ്കളുടെ സഹോദരനും ഭാര്യയും പറയുന്നു. താങ്കൾ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് എന്നാണ് താങ്കളുടെ സഹോദരനും ഭാര്യയും പറയുന്നത്. ശ്രീ അനൂപ് ചന്ദ്രൻ, കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ല. ഉടനെ തന്നെ വരും. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ബന്ധപ്പെടാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ NSS എവിടെ പോകാൻ പറയുന്നു അവിടെ ഞാൻ പോയേ പറ്റൂ. കാരണം NSS സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഞാൻ. പക്ഷേ ഇതെനിക്ക് കിട്ടിയത് അനൂപിൻ്റെ വാക്കുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി അനൂപ് മാത്രമായിരിക്കും. ചേച്ചി, അനൂപ് NSSന്റെ പ്രവർത്തനത്തിനോ അങ്ങനെ വല്ലതും ഉണ്ടോ? സാറേ, എനിക്ക് അങ്ങനത്തെ കാര്യം അറിഞ്ഞില്ല. ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ല. സഹോദരനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡീപ്പായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് സങ്കടം, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഒരിക്കലും സ്ഥാപനത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ ഒപ്പം മാത്രമായിരുന്നു. എനിക്കൊരു ട്രാൻസ്ഫറിന് സാഹചര്യം ഉണ്ടായപ്പം എൻ്റെ സ്കൂൾ അൺഎക്കണോമിക് ആയിരുന്നു. ആ സ്കൂൾ എക്കണോമിക്കായി ഞാൻ ആ പറഞ്ഞ നിമിഷം തന്നെ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ തന്നതാണ്, എന്നെ സെക്യൂർ ആക്കിയതാണ്. ഇത്തരം വിധേയത്വങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്ന വാക്കുകളിൽ വ്യക്തമാണ്. സാമ്പത്തികമായ സ്ഥിതി മോശമായിരുന്നു, പിന്നീട് ജോലി ലഭിച്ചു, വിവാഹത്തിന് മുമ്പാണ് എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നിരവധി കുടുംബങ്ങളുണ്ട്. പക്ഷേ അവിടെയും കൗതുകകരമാകുന്നത് അനൂപിനെ പോലെ ഒരാൾ പോസ്റ്റ് ഇട്ട വഴി ഇത്ര വിധേയത്വമുള്ള ഒരു കുടുംബത്തെ അങ്ങ് ദൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നതാണ്. ആ ട്രാൻസ്ഫറിനെ പോലും തള്ളിപ്പറയാൻ ആ കുടുംബത്തിന് പറ്റുന്നില്ല. മറിച്ച് ആ ട്രാൻസ്ഫർ അനൂപ് ചന്ദ്രൻ ചേരുന്നുണ്ട്. അനൂപ്, താങ്കൾ പറഞ്ഞ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. താങ്കൾ ദ്രോഹിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ താങ്കളുടെ സഹോദരന്റെ ഭാര്യയും സഹോദരനും പറയുന്നത്. ഇതിനകത്ത് ഇപ്പം ഞാൻ ദ്രോഹിച്ചത് എങ്ങനെയാണ്? ഞാൻ അവരെ അല്ലല്ലോ ദ്രോഹിച്ചത്. ഞാൻ ദ്രോഹിച്ചത് എന്ന് പറയുന്നത് സുകുമാരൻ നായർക്കെതിരെ ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ എന്റെ ജ്യേഷ്ഠന്റെ സഹോദരിയുടെ ട്രാൻസ്ഫർ അടിച്ചവർ മാറ്റുന്നു. അപ്പൊ ഞാൻ ദ്രോഹം ചെയ്യരുത് എങ്കിൽ സുകുമാരൻ നായർക്കെതിരെ മിണ്ടാതിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാൻ താങ്കളെ ഒരു വ്യക്തിയായി തന്നെയാണ് കാണുന്നത്. അവിടെ ഈ കുടുംബ ബന്ധങ്ങളെ ഉൾപ്പെടെ ഇങ്ങനെ പ്രതികാരത്തിനായി ഉപയോഗിക്കുന്നു എന്ന പക്ഷം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ ആ കുടുംബം പക്ഷെ താങ്കളെ തള്ളിപ്പറയുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ല, ഏതർത്ഥത്തിലാണ് തള്ളിപ്പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. സ്വാഭാവികമായി അതായത് അവർ പറയുന്നത് അനൂപ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെയാണ് ട്രാൻസ്ഫർ. പക്ഷേ അവർക്ക് ഇതുവരെയും എല്ലാ സഹായവും ചെയ്തിരുന്നു. അവരാവശ്യപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ നൽകിയിരുന്നു. സാമ്പത്തികമായി പിന്നിൽ നിന്ന് അവർ NSS ആസ്ഥാനത്തെത്തി. ഒരു പ്രസ്ഥാനം ഒരു മനുഷ്യനെ ഒരു ഗതികേട് കൊണ്ട് ഭയപ്പെടുത്തി ഗതികേട് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് തുല്യമല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? അങ്ങനെ തന്നെയാണ് അത് വായിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയല്ല വായിക്കേണ്ടത്. താങ്കൾക്കൊരു വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയാനും എതിർക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ താങ്കളുമായി അടുപ്പമില്ലാത്ത താങ്കളുടെ സഹോദരന്റെ ഭാര്യയുടെ വാക്കുകളാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുകയൊന്നുമല്ല. സഹോദരന്റെ ഭാര്യ പറഞ്ഞത് നിങ്ങളുമായി ഒരു അടുപ്പവുമില്ല, അങ്ങനെയാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ്. അതെ 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 അപ്പോൾ ഈ നിലയിലാണ് താങ്കളോട് ചേർന്ന് നിൽക്കുന്നവരെ അടക്കം സമീപിക്കുക, അല്ലേ? വീണ്ടും ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. ശ്രീജിത്ത്, ഇതിൽ അനൂപ് ചന്ദ്രൻ പറയുന്നതിൽ ഒരു ഭാഗം നമുക്ക് തള്ളിക്കളയാനാവില്ല. അനൂപ് ചന്ദ്രൻ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന നിലയിൽ അനൂപിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ 35 വർഷമായി ഈ ഭാര്യയുടെ പിതാവിന് സുകുമാരൻ നായരുമായി ബന്ധമുണ്ട്. അവിടെ ബന്ധമില്ലാത്ത അനൂപ് ചന്ദ്രൻ നടത്തിയ പരാമർശത്തിന്റെ പേര് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണല്ലോ പ്രതികാരം എന്ന് പറയുന്നത്. അഭിലാഷ്, അത് തീർച്ചയായും അത് അങ്ങനെ ആയിരിക്കാമെന്ന് ആ കുടുംബവും സംശയിക്കുന്നുണ്ട്. പക്ഷെ ഈ അനൂപ് ഇവരെ ദ്രോഹിക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു ഭാഗം. അതായത് അനൂപുമായി കഴിഞ്ഞ 6 വർഷമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ ചേച്ചിക്കില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഞങ്ങളുടെ രക്ഷകനായി അവതരിക്കുന്നതിനെയാണ് കുടുംബം സംശയിക്കുന്നത്. അനൂപിന്റെ ജ്യേഷ്ഠനടക്കം ഒരു കോണ്ടാക്ട് ഉണ്ട്. ഇന്നലെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം ഈ സംഭവം ഉണ്ടായ ശേഷം നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കുന്നു. പിന്നെയും പോസ്റ്റ് ഇടുന്നത് പ്രതികാരമാണ്. അതായത് ഈ കുടുംബവുമായി അത്രയധികം അകന്ന് നിൽക്കുന്നവരാണ്. ഇപ്പൊ അനൂപിന്റെ അടുപ്പമുള്ളവരെ കുറിച്ചോ സ്നേഹമുള്ളവരെ കുറിച്ചോ ഒക്കെ പ്രതികരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടാം. അവരെ ട്രാൻസ്ഫർ ചെയ്തതിനെതിരെയൊക്കെ
പറയാം. പക്ഷെ ഇത് കുടുംബത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ അതിന്റെ പ്രാധാന്യം മറ്റൊന്നാണ് എന്നുള്ളതാണ്. അനൂപ് പറയുന്ന കഥയല്ല അനൂപിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതല്പം ക്രൂരമായ കഥകളാണ്, അവർ ചാനലിന് മുന്നിൽ പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. നമുക്കും അതുകൊണ്ട് അത് ആ നിലയിൽ ഓൺ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്തവരാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണ് അനൂപ് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അനൂപിന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ നൽകുന്നത് അനൂപ് നടത്തിയ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് അനൂപിന്റെ സഹോദരന്റെ ഭാര്യയും അക്കാര്യം പറയുകയാണ്. അതും ഒരു സംവിധാനം എന്ന നിലയിൽ NSSന് യോജിച്ചതാണോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉയരുന്ന സംശയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.